ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതുവഴി ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ നമ്മളുടെ കുറേ കാര്യം ന്യൂസ് കേട്ടിട്ട് എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോഴൊക്കെ നമ്മൾ പല ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഓക്കെ, അതിൻ്റെ മുന്നേ ഈ ഒരു കാര്യം എന്താ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യം സംസാരിക്കാം. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ പറ്റി ഗൈസ്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് പൊളിയാൻ പോകുകയാണ്. കുറേ തമ്പനെയിൽസും കുറേ വീഡിയോസും കണ്ടൊരു വ്യക്തിയാണോ നിങ്ങൾ അതിൽ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ കമൻ്റ് ഇട്ടിട്ട് ഒരു കാര്യമില്ല ആരാൻ്റെ ഇതിലൊക്കെ. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ കറക്റ്റ് ഡെഫിഷൻ എങ്ങനെയാണ് ഇവർ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്നാണ് നമ്മൾ 3 സ്റ്റെപ്പായി തിരിച്ച് 3 കാര്യങ്ങൾ നിങ്ങൾ 3 പോയിൻറ്റ്സ് ഞാൻ തിരിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് സിമ്പിളായി കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ആദ്യത്തെ എനിക്ക് എപ്പോഴും തോന്നി ബ്രോഡ്കാസ്റ്റ് റവന്യൂയുടെ കുറിച്ചാണ്. നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ടീമിനെ ഇങ്ങനെയൊക്കെ പൈസ കിട്ടുന്നതിന്? ഒന്ന് ജേഴ്സി, ഒന്ന് ടിക്കറ്റ്സ്, ഒന്ന് സ്പോൺസേഴ്സ്. ഈ വഴികളിലൂടെയാണ് ഇവർക്ക് ഇത് കിട്ടുന്നത് പൈസ. പക്ഷേ ബ്രോഡ്കാസ്റ്റിലൂടെ ഇവർക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ആരും ചിലവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പക്ഷേ ഈ ബ്രോഡ്കാസ്റ്റിലുള്ള ഈ പൈസ ഒരു ഡിവൈഡ് ചെയ്താണ് കൊടുക്കുന്നത്. അതും അൺഫെയറായി കണ്ട. എനിക്ക് ഫെയർ ആയാത്ത മാതിരി തോന്നി. സോ നിങ്ങൾക്ക് ഫെയർ ആണെങ്കിൽ നിങ്ങളൊന്ന് പറയട്ടോ. ഇങ്ങനെയാണ് ആ ടേബിളിൽ ഫസ്റ്റുള്ള ഒരു ടീമിക്ക് 1K ഒരു 3K ആ റേഞ്ചിൽ ബ്രോഡ്കാസ്റ്റ് വ്യൂ ഉള്ള ടീമാണെങ്കിൽ ടേബിളിൽ ഏറ്റവും താഴെയുള്ള ടീം 1 മില്യൺ ബ്രോഡ്കാസ്റ്റ് വ്യൂസ് ഉള്ളൊരു ടീമാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടൽ ടാബിളിൽ ഫസ്റ്റ് ഉള്ളവർക്കാണ്. പക്ഷേ ഫെയർ ഗൈസ്. ഇതാണ് എനിക്ക് ഫസ്റ്റത്തെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ വളരെ താഴ്ന്നതായി എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഇപ്പോൾ ഫുള്ള് ടാക്സ് കൊണ്ട് ഏത് ടീമിനും ഒന്നും അടിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഈ ടാക്സ് ഐ ലീഗിൽ ഡയറക്റ്റ് വന്ന ടീമിന് കിട്ടില്ല. ഐ ലീഗിൽ ഡയറക്റ്റ് വന്ന ടീമിന് ഓർക്ക് ഫീ അടിച്ചാൽ ഈ ഫീ ഒരു 14 ആ റേഞ്ചിലൊക്കെ നമുക്ക് കൂട്ടാം. 12 to 16 പക്ഷെ 14 ക്രോയെ നമുക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ 14 ക്രോ അടിച്ചാൽ മാത്രമേ ഓർക്ക് ബ്രോഡ്കാസ്റ്റ് പൈസ കിട്ടുള്ളൂ. അതുകൊണ്ട് പഞ്ചാബ് ഒരു ഫീ കൊടുക്കുന്ന ടീമായി മാറിയത്. ഓക്കെ, പിന്നെ എനിക്ക് രണ്ടാമതായി തോന്നിയത് ഫീ പേയ്മെൻറ്റ് സിസ്റ്റമാണ്. കാരണം GCD പോലെ സ്റ്റേഡിയം മെയിൻ്റെനൻസ് JCDയും നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെ ഉദാഹരണമായി എടുക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് JCDയുമായി ഒരു അഗ്രിമെൻറ്റിലുണ്ടായിരുന്നു 6 ക്രോൻ്റെ ആ 6 ക്രോൻ്റെ അങ്ങനത്തെ വേണം. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതിൽ കൊടുക്കേണ്ട പൈസ പറഞ്ഞു മെയിൻ്റെനൻസ് ഓലൊന്നും ചെയ്യൂല. കേരള ബ്ലാസ്റ്റേഴ്സ് എന്നിട്ടും 1 ലക്ഷം മെയിൻ്റെനൻസ് പൊട്ടിച്ചയറിനൊക്കെ കൊടുക്കണം. വാസ് വെരി ബാഡ്. ഓക്കെ, പൊട്ടിച്ചയറിനൊക്കെ പൈസയും കൊടുക്കണം. JCDന് വേറെ 6 ലക്ഷം റുപ്യ കൊടുക്കണം. ദിസ് വാസ് വെരി ബാഡ്. ഓക്കെ, ഈ ഒരു കാരണത്താലും പിന്നെ ഒരിക്കൽ ഫട്ടോഡയിൽ ഒരു കളി തുടങ്ങാൻ 4 ലക്ഷം റുപ്യ വേണം. പക്ഷേ ഓൾക്ക് നേരെ മറിച്ച് ഓൾക്ക് തിരിച്ച് 45 ലക്ഷം റുപ്യയാണ്. പക്ഷേ ഓൾക്ക് നേരെ തിരിച്ച് കിട്ടൽ 4 ലക്ഷം റുപ്യയാണ്. സീ ദി ഡിഫറൻസ്. ഓക്കെ, ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു പോയിന്റിൽ മനസ്സിലായത്. ഓക്കെ, രണ്ടാമത് തോന്നിയത് ക്യൂരിയോസിറ്റിയെ കുറിച്ചാണ്. നമ്മളെ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ആദ്യം തുടങ്ങിയപ്പോൾ സച്ചിൻ ഉണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്. പിന്നെ വിരാട് കോഹ്ലി, നമ്മുടെ ഗോവ FCയും, പിന്നെ ഷാറുഖ് ഖാൻ മുംബൈ സിറ്റി ധോനിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. സ്പോൺസേഴ്സൊക്കെ കുറവാണ്. പിന്നെ റോബർട്ടോ കാർലോസൊക്കെ കളിച്ച ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നല്ലോ നമുക്ക്. ഫോർലനും റോബർട്ടോ കാർലോസൊക്കെ കാലങ്ങളൊക്കെ അങ്ങനെ പോണു. എന്താ ചെയ്യുക? ഓക്കെ, അങ്ങനത്തെ ഒരു കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഭയങ്കര ഹൈപ്പായിരുന്നു. അന്നത്തെ വ്യൂവേഴ്സും ഇന്നത്തെ വ്യൂവേഴ്സും വളരെ ഡിഫറെൻറ്റാണ്. അന്നത്തെ ക്യൂരിയോസിറ്റി ഇന്നും കേരള ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. ഓക്കെ,
ദാറ്റ് വാസ് എ ട്രൂലി ബിലീവിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓരോ ഫോറിൻ പ്ലെയേഴ്സിനെ ഒഴിവാക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം. നേരെ മറിച്ച് ഒരു ഇന്ത്യൻ പ്ലെയേഴ്സിനെ ഡെവലപ്മെൻറ്റ് ചെയ്യണം, പക്ഷേ ഒരു ക്യൂരിയോസിറ്റി ഇപ്പോഴും നിലനിർത്തണം. അതുകൊണ്ട് ഒരു റെഡിയാക്കിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിലൊക്കെ രക്ഷപ്പെടാൻ നമ്മൾ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗുകാരെ, എനിക്ക് ഏറ്റവും കൂടുതൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയത് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്നാണ്. സോ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് നിങ്ങൾ ഏത് വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പടി കോപ്പി കിട്ടും. നേരെ മറിച്ച് ഇങ്ങനെ ലാലിക വീഡിയോസ്, ഞാനിങ്ങനത്തെ കുറേ വീഡിയോസ് ഇട്ട് ശീലമായത് ഒരാളല്ലേ, അങ്ങനത്തെ ഒരു വീഡിയോസ് വിട്ടാൽ കോപ്പിറൈറ്റ് വരില്ല. ഇത് ഈ ഒരു വീഡിയോസ് അവരെ പ്രൊമോട്ട് ചെയ്യണമെന്നും അവർക്ക് അറിയില്ല. ദാറ്റ്സ് വൈ ദി റീസൺ. ഓക്കെ.